കോഴിക്കോട് കോർപ്പറേഷനിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. വോട്ടുറപ്പിക്കലിന്റെ ഭാഗമായി നിശബ്ദ പ്രചാരണ ദിവസം വീടുകൾ കയറുകയായിരുന്നു കെ പ്രവീൺകുമാർ. മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. വിട്ടുപോയ വോട്ടർമാരെ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരിക്കും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഉണ്ടായിരിക്കുക. അതുപോലെയുള്ള ഒരു സ്ഥലത്താണ് പാളയത്തെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറും എനിക്കിപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ? ഇന്നത്തെ പ്ലാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ സ്ഥാനാർത്ഥികൾ കാണും. ഇത്തവണ തികഞ്ഞ പ്രതീക്ഷയിലാണ്. കാരണം 1/2 നൂറ്റാണ്ടിന് ശേഷം കോഴിക്കോട് മാറ്റം വരാൻ പോവുക. UDFന്റെ മേയർ വരുന്നു. ആ വലിയ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് എല്ലാവരും. ഇത്തവണ ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളോടൊപ്പം UDFകാർ മാത്രമല്ല, കോഴിക്കോട്ടെ പൊതുസമൂഹമുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്ന പൊതുസമൂഹം ഞങ്ങൾക്കൊപ്പമുണ്ട്. ഈ പ്രതീക്ഷ അർപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ മാറ്റത്തിന്? ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ നഗരസഭ CPMന്റെ ATM കൗണ്ടറാക്കി മാറ്റി അഴിമതി. രണ്ടാമത് വികസന മുരടിപ്പ്. കോഴിക്കോട്ടുകാർ ഇവിടം വിട്ടു പോവുകയാണ്. വിദ്യ തേടി വിദ്യാർത്ഥികളും തൊഴിൽപൊടി യുവാക്കളും കോഴിക്കോട് വിടേണ്ട ഘട്ടത്തിലുള്ളത്. കോഴിക്കോട് ആർക്കും വേണ്ട. കോഴിക്കോട് കാലത്ത് എല്ലാവരും തേടി തിടമായിരുന്നു. എന്നാലും ആർക്കും വേണ്ട തിടമാക്കി മാറിക്കുന്നു. അതിനുള്ള കൃത്യമായ അതൃപ്തി ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾ ഇത്തവണ ജനങ്ങളോട് പറയുന്നത്, ലോകം തേടിയെത്തുന്ന ഇടമാക്കി കോഴിക്കോട് മാറ്റും. ഇവിടെ ജനിച്ച കുട്ടിക്ക് ഇവിടെ പഠിക്കുവാനും ഇവിടെ വളരുവാനും ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്വയം പര്യാപ്ത നഗരമാക്കി കോഴിക്കോട് മാറ്റുന്നതാണ്. ആ വാഗ്ദാനവും ഞങ്ങളുടെ പ്രോമിസും ജനം സ്വീകരിക്കുന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങളുടേത്. പാളയത്തെ UDF സ്ഥാനാർത്ഥി കൂടി ചേരുന്നുണ്ട്. പാളയം എന്ന് പറയുമ്പോൾ അറിയാം, വ്യാപാരികളുടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. കല്ലുത്താൻ കടവ് അങ്ങോട്ട് മാറ്റുന്നു, പാളയത്തെ മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നു. അതിപ്പോഴും സ്ഥിരമായിട്ട് അങ്ങനെ ഒരു മാറ്റം സാധ്യമായിട്ടില്ല. പ്രതിഷേധം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഇതിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ഒത്തിരി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ പാളയത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തൊഴിലാളികൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മുന്നണി തീർച്ചയായിട്ടും തൊഴിലാളികളുടെ കൂടെ തന്നെയാണ്. കാരണം പുതിയ മാർക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ കാണിക്കുന്നു, അതിനൊക്കെയുള്ള റിസോഴ്സ് അല്ലെങ്കിൽ അതിനൊക്കെയുള്ള പരിഹാരം ഇപ്പോൾ നിലവിലുള്ള പാളയത്ത് തന്നെയുണ്ട്. അപ്പോൾ ഉള്ളതിൽ സൗകര്യം കാണാതെ, റിസോഴ്സ് ഉള്ളത് യൂട്ടിലൈസ് ചെയ്യാതെ ഒരു കുത്തക കമ്പനിയുടെ പിന്നാലെ പോകുന്നൊരു പ്രശ്നമാണ്. കൂടുതൽ നമുക്ക് പിന്നീട് പറയാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അവസാന മൊമെന്റിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് വിജയപ്രതീക്ഷ? 100%, അല്ലെങ്കിൽ 101%. കാരണം ഞങ്ങൾക്ക് നല്ല പ്രതികരണമാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജനങ്ങൾ മടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു പാർട്ടി മാത്രമല്ല, സാറ് പറഞ്ഞതുപോലെ പൊതുസമൂഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഒന്ന് ഭരണം മാറണം, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഭരണത്തിൽ വരണം. ഇത് മാത്രമേ ഞങ്ങൾക്ക് വിടുന്ന് കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ വളരെ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും 50 വർഷങ്ങൾക്ക് ശേഷം UDFന്റെ ഭരണം തീർച്ചയായും കോഴിക്കോട് കോർപ്പറേഷനിൽ വരും. തീർച്ചയായും ഇതാണ് DCC പ്രസിഡന്റിനും ഒപ്പം സ്ഥാനാർത്ഥിക്കും പറയാനുള്ളത്. ഒരു മാറ്റത്തിനായി വോട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ഈ നിശബ്ദ പ്രചാരണ ദിവസം ഇവർ വീടുകളിലെത്തുന്നത്. അബിത് കല്ലായിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.